ഇന്ന് നമുക്ക് മത്തിപ്പീര ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കിലോ മത്തിയാണ് വാങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം വെട്ടി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. മത്തി വെട്ടി വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം. മത്തിപ്പീരയ്ക്ക് അരമുറി തേങ്ങ, 1 കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 10 ചുവന്നുള്ളി, 1 പിടി കാന്താരി, ആവശ്യത്തിന് കറിവേപ്പില, 5 കഷ്ണം തോട്ടുപുളി, ചെറിയ പീസ് മതി. അപ്പോൾ തോട്ടുപുളി ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ചതച്ച് കൊണ്ടുവരാം. അപ്പോൾ തേങ്ങ ചതയ്ക്കാൻ എടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഉപ്പ് പാകത്തിന്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. മുളക് പൊടി നമ്മളൊരു കളർഫുള്ളിന് വേണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം എരിവിന് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി നമുക്കൊന്ന് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ചതച്ച് കൊണ്ടുവരാം. അപ്പം നമ്മുടെ മത്തിപ്പീരയുടെ അരപ്പെല്ലാം ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിയിലോട്ട് ചേർക്കാം. അപ്പം ചതച്ച് വെച്ച അരപ്പിലോട്ട് നമ്മൾ പുളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മുറിച്ചിടാമെങ്കിൽ നല്ല ഫ്ലേവറാണ് കിട്ടും പെട്ടെന്ന്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഇത് ഈ മത്തി വേവാനുള്ള വെള്ളം നമ്മൾ ഈ പുളി കഴുകി വെള്ളത്തിലിടുമല്ലോ, ആ വെള്ളം നമ്മൾ അരിച്ച് ഇതിനകത്ത് ഒഴിക്കണം. അപ്പോൾ ഈ മത്തി വേവാനുള്ള വെള്ളം അത്രയും മതി. നല്ല ടേസ്റ്റും ആയിരിക്കും ആ മത്തിക്ക്. മത്തി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി വെള്ളത്തിലിട്ടിരുന്ന പുളിയുടെ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. മത്തി വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മത്തി വേവാനുള്ള വെള്ളം അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ മത്തി ഒരുവിധം വേവായി വരുന്നുണ്ട്. നല്ലതുപോലെ തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം 10 മിനിറ്റ് നമ്മളിതൊന്ന് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ അടി കരിഞ്ഞു പിടിക്കാതിരിക്കാൻ, ചട്ടിയുടെ അടിവശം കരിഞ്ഞു പിടിക്കാതിരിക്കാൻ നമുക്ക് 1 സ്പൂൺ അളവിൽ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം മത്തി പൊടിഞ്ഞു പോവാതെ നല്ലതുപോലെ വെന്ത് വറ്റി കിട്ടും. അപ്പം ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് അടച്ച് വെച്ച് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻപീര എല്ലാം തയ്യാറായിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പാം. നമ്മുടെ മത്തിപ്പീര റെഡി ആയിട്ടുണ്ട്. കാന്താരി മത്തിപ്പീര എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല രുചിയാണ്.